ആവിയിൽ വേവിച്ചെടുക്കുന്ന പലഹാരങ്ങൾക്ക് നമുക്ക് ഇത്തിരി ഇഷ്ടം കൂടുതലാണല്ലേ. ഇന്ന് നമ്മളെ വളരെ ഹെൽത്തി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കാരണം അത്രയും ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പലഹാരം. നമ്മുടെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ടിരുന്ന സമയത്തൊക്കെ ഇതൊന്നും ഉണ്ടാക്കി കൊടുത്തോളൂ. നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാനും പറ്റും, അവർക്ക് ഇഷ്ടമാവും ചെയ്യും കേട്ടോ. അത്രയും നല്ലൊരു പലഹാരം തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് റാഗി വെച്ചിട്ടുള്ള ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കുന്നത് നോക്കിയാലോ. ഞാനിവിടെ ശർക്കര ചീവി എടുത്ത കണക്കാണ് കേട്ടോ പറയുന്നത്. 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് തന്നെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഉരുക്കി മാറ്റി വെക്കാം. ഇനിയൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണാണ് ഞാൻ കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുന്നത്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് എത്രത്തോളം ചേർക്കണം എന്നുള്ളത് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ റൈസിൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് വറുത്തതിന് ശേഷം ഇതിൽ നിന്ന് ഞാൻ കുറച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ആവശ്യമൊന്നുമില്ല അങ്ങനെ മാറ്റി വെക്കണം എന്നുള്ളത് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ചെറുപഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. 5 എണ്ണം ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങൾ നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു 2 എണ്ണം എടുത്താൽ മതിയാവും. ചെറുപഴത്തിനൊരു പ്രത്യേകത ഉണ്ട്, എന്താ അറിയോ, അതിന് ചെറിയൊരു പുളി ഉണ്ടാവും. ആ പുളിയുടെ ഇതിലേക്ക് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്കത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നേന്ത്രപ്പഴം തന്നെ എടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കര ഉണ്ടല്ലോ, അതൊന്ന് അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ ഒന്ന് ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 കപ്പ് റാഗിയുടെ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ അത് കുറുക്കിയെടുക്കുക. നമ്മളിത് കുറുക്കിയിട്ട് ഏകദേശം ഒരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ പരുവത്തിലാവുന്നവരെ നമ്മളിത് കുറുക്കിയെടുക്കണം. അത്തരത്തിൽ ഇതിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് നമ്മളിതൊന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതുപോലെ ഞാനിത് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ നന്നായിരിക്കും നെയ്യ് കുറച്ചുകൂടെ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ കേട്ടോ. ഇത് നല്ല പോലെ ഒരു മാവ് പരുവത്തിലായി വന്നാൽ പിന്നെ കുറച്ച് നേരം നിങ്ങൾക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ഇത് നല്ല ചൂടുണ്ട്, അപ്പോൾ ഞാനിത് കുഴച്ചെടുക്കുന്നുണ്ട്. കുഴച്ചെടുത്തതിന് ശേഷം നമ്മളിതിൽ നിന്ന് വലിയ ബൗൾസ് ആക്കിയിട്ട് എടുക്കാം. എന്നിട്ട് വാഴ ഇലയിലാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. പ്രത്യേകം പറയാണ്, വാഴയില ഒന്ന് വാട്ടിയെടുക്കണം. അതെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അല്ലെങ്കിൽ വാഴയില പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് ഇതുപോലെ നമ്മളിതൊന്ന് പരത്തിയെടുക്കുകയാണ്. കൈ വെച്ചിട്ട് തന്നെ പരത്തിയെടുത്താൽ മതി. വേറെ നെയ്യൊന്നും അതിലേക്ക് പിന്നെ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് കൈ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പരത്തിയെടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു വാഴയിലയിൽ ഇതുപോലെ നമ്മളൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് അങ്ങ് ഷേപ്പ് ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ റോൾ ചെയ്തെടുക്കുന്നത്. ഞാൻ നേരത്തെ കുറച്ച് കാഷ്യൂനട്ട് റൈസിൻസും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിങ്ങനെ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ വാഴയില നല്ല പോലെ ഇങ്ങനെ പൊതിഞ്ഞെടുക്കാം. ഇത്രയും നീളത്തിലുള്ള വാഴയില ഒന്നും വേണ്ട കേട്ടോ. ഞാൻ ആദ്യം എടുത്തപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റത്തെ കാണിക്കാൻ വേണ്ടിയിട്ടേ കുറച്ച് നല്ല ഇതിൽ അങ്ങ് എടുത്തു എന്നേ ഉള്ളൂ. എന്നിട്ട് ഇതുപോലെ വാഴയുടെ ഇലയുടെ 2 ഭാഗവും ഇങ്ങനെ നമ്മൾ മടക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ആവിപ്പാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിലേക്ക് ഓരോ ഇതായിട്ട് നമുക്കിതിലേക്ക് വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ആവി കയറ്റിയെടുത്താൽ മതിയാവും കേട്ടോ. കാരണം നമ്മളിത് ആദ്യമേ വേവിച്ച സാധനങ്ങളാണ്. ഇനി ഒന്ന് ആവി കയറ്റിയെടുക്കുന്ന ആ ഒരു പണി മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ ഈ വാഴയിലയിൽ ആവി കയറ്റിയെടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. ഈ വാഴയിലയുടെ ആ ഒരു ടേസ്റ്റ് കൂടെ ഇതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് തയ്യാറാക്കാനുള്ളൊരു പണി കേട്ടോ. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമല്ലേ. റാഗി വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. മാത്രമല്ല ഇത് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരം കൂടിയാണ്. മധുരമൊക്കെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്തിട്ടൊക്കെ എടുക്കാം കേട്ടോ. കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ എടുക്കാം. ഈ 1 കപ്പിലെടുത്ത ശർക്കര ഉണ്ടല്ലോ, പാകമായിട്ടുള്ള മധുരമാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരം തന്നെയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.